വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ടുട്ടു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫിനു പിന്നെ എന്തിനടുത്ത് പറയാൻ പോയത്? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്ന് പറയും. മൈ ചാനൽ ഫിനു മമ്മൂസ്. ഞാൻ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമ്മൂസ്. മൈ ചാനൽ അവർ ചാനൽ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പൊ. അവർ ചാനൽ നിങ്ങളുടെ എന്റെ എല്ലാവർക്കും. അപ്പം ഞാൻ ഷെമീസ്, ഞാൻ ടുട്ടൂസ്, ഞാൻ മമ്മൂച്ച് പറയും. ഇവിടെ വന്ന് പറയും, ഇവര് കണ്ടിട്ടില്ല. ഞാൻ മമ്മൂച്ച് പറയും. ഇന്ന് വീഡിയോ എടുക്കലൊന്നും കഴിഞ്ഞില്ല. ഈ കോന്തൻ നാളെ ചിലപ്പോ പോവും. ഞാൻ വിടുന്നില്ല, 2 ദിവസം ലീവ് എടുപ്പിക്കും. ലീവ് തീർന്നു, ഇന്നലെ പോകണ്ടായിരുന്നു. +1 ആണ്. അപ്പൊ ഞങ്ങൾ കുറെ സംസാരിച്ചും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മാത്രമല്ല കുറേ പേക്കിംഗ് ഉണ്ടായി. കോഡ് സെറ്റ് വന്നിട്ടോ. ഞാൻ ഇതിന്റെ കൂടെ അതിന്റെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്ത് തരാം. ഓപ്പൺ വീഡിയോ കിട്ടില്ല, കാരണം നാളെ മറ്റന്നാളായിട്ട് കയ്യിലേക്ക് സാധനം വരുള്ളൂ. 44 ലെങ്ത് ഉണ്ട് കേട്ടോ മക്കളെ. 26 ചെസ്റ്റ് വീതിയും ഉണ്ട്. അതുപോലെ 38+ 39 അടുത്ത് പലാസോന്റെ ലെങ്ത്തും ഉള്ള കോഡ് സെറ്റാണ്. അന്നത്തെ പോലെ ഇല്ല കേട്ടോ. 500 രൂപയാണ് നിങ്ങൾ തരേണ്ടത്. അപ്പോൾ അതിന്റെ കളർ ചാർട്ട് ജസ്റ്റിന്റെ കൂടെ ഒന്ന് വിട്ടുതരാം. കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ. പിന്നെന്താ ഞാൻ പറഞ്ഞു, ഈ നേരം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കുന്നൊരു വീഡിയോ ഒക്കെ ഒന്ന് അങ്ങോട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിനിത് മര്യാദക്ക് സ്റ്റാൻഡ് വെക്കാൻ നമ്മൾ ആർക്കും സമ്മതിക്കുന്നില്ല. കുറേ നേരമായി ഞങ്ങള് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അതായത് മമ്മു വന്നിട്ട് ഇത് ഓഫാക്കിയിട്ട് പോവുക. മമ്മൂച്ചേ ഹായ് പറയും, ഹായ് പറയും. ഇതൊക്കെ കുപ്പായിട്ട് കാണിച്ചൊക്കെ ഇന്ന് മമ്മൂസിനെ നിക്കറും കുപ്പായിട്ടിട്ട് കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ അവനെ നമ്മൾ കാണിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് എങ്ങനെ ഏച്ചിയുടെ ചാർജ് നിൽക്കണ്ട കുട്ടുവാ? കുട്ടു റിമോട്ടോട് കളിക്കല്ലേ കുട്ടു? പപ്പ ചീത്തപ്പളയും പറയും. പറയും പിന്നെ എന്തൊക്കെയാ വിശേഷം? നിങ്ങളെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. ഇടയ്ക്കൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ? ഞങ്ങൾക്ക് മര്യാദക്ക് ഈ ഫോൺ വെക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. കാരണം നല്ല രീതിയിൽ സ്റ്റാൻഡ് ഞാൻ ആമസോണിന് മറ്റേ ഞങ്ങളുടെ വീഡിയോ എടുക്കലൊക്കെ നല്ല കോമഡിയാണ് കേട്ടോ. സെൽഫി ചന്ദ്രൻ, ഞാൻ സൂര്യനാണെങ്കിൽ നിങ്ങളിപ്പോ എന്താ പറയാ ആന. ആന പറഞ്ഞാൽ ശരീരത്തിൽ ഒക്കൂലല്ലോ. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നോ. കോഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 44 ലെങ്ത്, 46 ചെസ്റ്റ്, 39 ലെങ്ത് പാന്റ്. ഓഫാക്കാൻ വേണ്ടി വരുന്നത്. ഇതാ നിങ്ങൾ ചിരിച്ച മടുക്കണേ. അതാ ഓഫാക്കി ബ്ലോഗ് വരുന്നതിനിടയിൽ ഓഫാക്കി പോവുക. അല്ലെങ്കിൽ സ്റ്റാൻഡ് അവിടെ കൊണ്ട് ചതുത്താക്കി. ഞാൻ ഇങ്ങനെ പറയാം. അപ്പോഴോ അങ്ങനെ ഞങ്ങൾക്കൊന്ന് ഓഫാക്കി. അതൊക്കെ ഓനെങ്ങനെ ഓഫാക്കി നോക്കട്ടെ. ഇങ്ങനെ സംസാരിക്കട്ടെ ഞാൻ ഇവരോട്. ഹായ് ഗൈസ്, ഞങ്ങളെ ചെറിയൊരു പരീക്ഷണം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഫാമിലി ബ്ലോഗ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ എന്തൊക്കെ ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നും ബിസിനസ് ആക്കണ്ട, നമുക്ക് എല്ലാവർക്കും പോവിനി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചെയ്യാം. പക്ഷെ അവിടെ മമ്മൂസ് ഞങ്ങള് ചിരിപ്പിച്ച് കൊല്ലാനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഓഫാക്കും. ഞാൻ മാനത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കും പോലെ. അപ്പൊ ഞാനിപ്പോ ഞാനപ്പോ മാനത്ത് വെച്ചിട്ടേ വീഡിയോ എടുക്കുക. ഞങ്ങളോട് ചിരിച്ച് മരിച്ചു കൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ സത്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ മമ്മൂസ് അമ്മാതിരി കോമഡിയാണ് ഒപ്പിക്കുന്നത്. ഓ കണ്ടില്ല പിന്നെ ഓന്റെ കണ്ണുകൂട്ടിയ പിന്നെ ഓ കാണൂലേ? കണ്ണുകൂട്ടി അങ്ങനല്ല. ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലേ ഓരോ നല്ലോണം. ഉമ്മമാരടിക്കൂ അല്ലേ? ഉമ്മമാരടിക്കൂ. പക്ഷെ അങ്ങ് അടിക്കരുത്. ഉമ്മ തല്ലിയ വേനാവൂല. അത് ഉമ്മാര് തല്ലിയ വേനാവൂല. ഈ തിരിച്ചടിക്കരുത് കേട്ടോ. അപ്പൊ വേറെ വിഷയം മാറ്റേ. വിഷയം മാറ്റി നോക്ക്. അല്ലാ നക്ഷത്രത്തിൽ കൂടെ കൂറ പോടും.
നോക്ക്. കൂറ. നാല് കൂവ. മാറിയില്ലേ? ഇപ്പത്തെ മക്കൾക്കൊന്നും കുട്ടികളെ നോക്കാൻ അറിയില്ല. നമ്മളുമ്മാര് തല്ലും. പക്ഷെ അതുപോലെ അല്ലേ ഇവര് തല്ലുമ്പോ ദേഷ്യം പിടിക്കും. ഓനാണെങ്കിലോ തല്ല് വാങ്ങാനായിട്ടൊരു സാധനം. പിന്നെ അപ്പൊ തൽക്കാലം ചെറിയൊരു വ്ളോഗ് ഇതൊക്കെയാണ് അവസ്ഥ. ഇവൻ പോവാനായപ്പോ ഞങ്ങൾ ഒരുമിച്ചത് കുറച്ച് കുറവ് അറിയാമെന്ന് വിചാരിച്ച്. പിന്നെ അത് മാത്രമല്ല ചിലപ്പോ ഞാൻ ഇവന്റെ കൂടെയാണെന്ന് എന്റെ നാട്ടിൽ വയനാട്ടിലാണ് എന്റെ നാട് പഠിക്കുന്ന അവിടെയാണ്. അപ്പൊ ഒന്ന് അവിടേക്ക് പോവേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഇരുന്ന് പാക്ക് ചെയ്യാണ്. എന്റെ മോന്ത എന്തോ പോലെ ഉണ്ടടി. ഞങ്ങളെ മോന്ത ഇങ്ങനെയല്ല കേട്ടോ ഗൈസ്. ഞാൻ ഇത്ര വയസ്സത്യൊന്നും അല്ല കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കുമ്പോ കാണാൻ ഞാൻ ഭയങ്കര 18 എനിക്ക് 35 വയസ്സൊക്കെ ആക്കണം. 35 വലിയൊരു വയസ്സൊന്നല്ല. പക്ഷെ ഇതിലെന്തോ പോലുണ്ടടി. ഞാനിങ്ങനെ അല്ല കേട്ടോ. അപ്പേ പിന്നെ എന്നെ കാണാൻ രസമുണ്ട്. മൊഞ്ച് പ്രായം കുറവൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇന്നിങ്ങനെ വീഡിയോ കാണുമ്പോ ഒരു ഭയങ്കര തടിച്ച് പരന്ന് എന്തോ പോലല്ലേ. ചമ്മച്ചെടുത്തേക്കാം. അല്ല ഇപ്പൊ എന്താ പഴുത്ത പ്ലാവിലെ വീങ്ങുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കണ്ട. ഈ എന്നെ പോലെ തന്നെ ആവും. ഞാൻ എന്നെ പോലെ തന്നെ സ്ലിമ്മേനും ഈ ബ്യൂട്ടി ആയിരുന്നു. അപ്പോഴേ അപ്പൊ അങ്ങനെ പോവാ ഇരുന്ന് പാക്ക് ചെയ്യാണ്. എത്ര ഉണ്ടെന്നറിയോ? ചില ആൾക്കാർ കോമഡി കേട്ടോ. എന്തെങ്കിലും ഒരു കാരണം കൂടെ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ ആ സാധനം തരും. പിന്നെ അവർ വേറെ സ്റ്റോക്ക് എടുക്കും. എന്നാലും അതിനെന്തെങ്കിലും കമ്പനി. ചില ആൾക്കാർക്ക് അങ്ങനെ. ചില ആൾക്കാർക്ക് ഇവിടെ 4-5 ദിവസം കൊണ്ട് കിട്ടും. ചില ആൾക്കാർ സത്യം പറയാലോ 2 ആഴ്ചയായിട്ട് സാധനം കിട്ടാത്തവർക്കുണ്ട്. ഒക്കെ ഒന്ന് ക്ഷമിക്കുക. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ശരിയാവും. ഞാൻ പറഞ്ഞ ഡയലോഗ് വീണ്ടും പറയല്ല അല്ലേ. അടുത്ത മാസം അല്ലെ പിറ്റേത്തെ മാസം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മൾ ഷോപ്പ് എടുക്കും, സ്റ്റാഫിനെ വെക്കും. പിന്നെ ഇതേപോലെ നമ്മൾ കയ്യിൽ ലോഡ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ക്ലിയറൻസ് ഇടയിൽ കൂടെ ഇടുന്നുണ്ട്. അതൊന്നും ഉണ്ടാവൂല. പിന്നെ നമ്മൾ ഫ്രഷ് പീസ് പുതിയ നെറ്റി വിത്ത് ഷോള് ഇന്നർവേഴ്സ് വേണമെന്നുണ്ടെ മെസ്സേജ് ആക്കിക്കോളൂ കേട്ടോ. ഇന്നർവേഴ്സ് ഒരുപാട് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ താത്ത ഇറക്കിയിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട്. കുറെ ആൾക്കാർ എടുക്കുന്നുണ്ട്. കുറെ അവിടെ ഉണ്ട്. വാടക കുട്ടുണ്ടെ പറഞ്ഞിട്ട് 2 എന്റെ ആൺകുട്ടികളോ ഇത് നോക്കി നിൽക്കുന്നത്. ഒരുത്തൻ നിൽക്കുന്നുണ്ടോ അവിടെ? അതന്നെ ഇപ്പൊ വീഡിയോക്ക് വേണ്ടി ട്രൗസർ മുപ്പ ഇടിപ്പിച്ചതാ. വീട്ടില് ഡ്രസ് ഇടൂല. ഹായ് ഗൈസ് പറയും. ഞങ്ങൾ കുപ്പായിട്ട് കാണിച്ചെടുത്ത ചോച്ചർ കാണിച്ചെടുത്ത ശുണ്ടൻ കാണിച്ചത്. വികൃതിയില്ലാത്ത കുട്ടിയാണ് കേട്ടോ. പിന്നെന്താ ഞാൻ പൊങ്ങിപ്പിടിക്കട്ടെ. ഇങ്ങനെ പിടിക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമാകുന്നത് എന്നെ കാണാന്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി കൊറേ ചിരിച്ചു പോയി. അതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോ മമ്മൂന്റെ കുസൃതിയിൽ ഞങ്ങള് എന്തൊക്കെയോ ഞങ്ങൾ പറയാൻ വിചാരിച്ചൊക്കെ അതിൽ ആ ചിരിയിൽ അങ്ങോട്ടേക്ക് പോയി. ആ ഒരു മറ്റേ വീഡിയോ എടുക്കുമ്പോ ഫോൺ വന്നിട്ട് ആ ഒരു ഫ്ലോ പോയി. ഇതില് മമ്മു ചിരിച്ചിട്ടും അതിനിടയിൽ അവർ രണ്ടാളും അടികൂല. നല്ല വേദന ആക്കും മമ്മു. അപ്പൊ അവൻ തിരിച്ച് കുറച്ച് വേദന ആകുമ്പോഴത്തേക്ക് അവൻ തിരിച്ചെടുത്തു. അപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കും. പിന്നെ മൂഡ് മൊത്തം പോകും. ഇതാണ് കൂടെ നടന്നുകൊടുക്കുന്നത്. അപ്പൊ കോഡ് സെറ്റ് ഇതിന്റെ കൂടെ ഇങ്ങനെ കൂട്ടി ഞാനൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ടുതരാം. അത് സെലക്ട് ചെയ്തോളി. ഡബിൾ ആണ്. പക്ഷെ 1 ഇഞ്ച് വിടുത്ത് കൂടുതൽ അപ്പുറവും ഇപ്പുറം ഇട്ടത് കൊണ്ട് 46ഓളം ചെസ്റ്റ് വീതി ഉണ്ട്. ഇറക്കം 44 ഉണ്ട്. അന്ന് വന്ന ലെങ്ത് എത്രയായിരുന്നു? 36 ആയിരുന്നു. ഇന്ന് 44 ഉണ്ട്. പേന്റിന്റെ ലെങ്ത് അന്ന് 37, 39 പ്ലസ് ലെങ്ത് ഉണ്ട്. പിന്നെന്താ എന്റെ മൊത്തം വെളിച്ചം കാണുന്നില്ല. കുഴപ്പമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ലാന്ന്. കലാപമണി പഠിച്ചോനെ മണിച്ചേട്ടന്റെ കോമഡിയാ പറയുന്നത്. മണിച്ചേട്ടൻ മരിച്ചുപോയി. പക്ഷെ മണിച്ചേട്ടന്റെ ഒരു കോമഡി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിലേ പവർ കട്ട് ആയിപ്പോയിന്ന്. പക്ഷെ നിമ്മി നല്ല വെളുത്ത് തടിച്ചൊരു സാധനം ആയതുകൊണ്ട് മണിക്ക് വേഗം കാണാൻ പറ്റില്ല. അതുപോലെ എന്റത് ഇതേപോലെ ഓവർ വെളുപ്പായതുകൊണ്ട് ഇനിയിപ്പോ ക്യാമറയിലെ ലൈറ്റ് പോയാലും ഓർക്ക് ഇന്നെ കാണാൻ പറ്റും. ആ അപ്പൊ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് പറഞ്ഞ വൈൻഡപ്പ് കുട്ടോ. നമ്മ ബായ് പറയും. ആ അതാണ് കണ്ടില്ലേ അവിടെ നടക്കുന്ന സീൻ കണ്ടില്ലേ. ബായ്. അസ്സലാമു അലൈക്കും.
ഇതാട്ടോ മക്കൾ നമ്മുടെ കോഡ് സെറ്റിൻ്റെ 7 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്, പിന്നെ പ്ലെയിൻ കളറിൽ നല്ലൊരു ഗ്രീന്, എല്ലാം ഞാൻ പറഞ്ഞത് 44 ലെങ്ത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ വൈനാണോ മെറൂണാണോ അവർ ഹോൾസെയിലർ എന്ന പിക്കാണിത്, നോർമൽ പിക്ക് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത് നല്ലൊരു ലാവൻഡർ കളറാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് ഡെൽറ്റ ക്രഷ് ആണ് കേട്ടോ വരുന്നത്. ഈ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും, സൈഡ് ഓപ്പൺ ആണ് വരുന്നത്. നല്ല ക്ലോത്താണ്. 500 രൂപയാണ് വേണ്ടത്. ഷിപ്പിംഗ് ചാർജ് ഒരു 50 രൂപ വേണം. 2 പീസിനാണെങ്കിൽ 60 രൂപ, 10 രൂപ കൂട്ടിയാൽ മതി. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക, അഡ്രസ്സ് ഇടുക.